എറിഞ്ഞ പൊട്ടാത്ത നല്ല ബ്ലോക്ക് പോട്ടുകൾ, നല്ല ക്വാളിറ്റി ബ്ലോക്ക് പോട്ടുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. നമ്മുടെ കയ്യിൽ വെറും 8 രൂപ മുതൽ പോട്ട് അവൈലബിൾ ആണ്. താമര ആമ്പൽ കൃഷിക്ക് വേണ്ട നല്ല ക്വാളിറ്റി ടബുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് അന്വേഷിച്ച് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ കടയിലേക്ക് വരാറുണ്ട്. തെങ്ങിന്, വാഴയ്ക്ക്, പച്ചക്കറിക്ക് വേണ്ട ജൈവവളങ്ങൾ നമ്മുടെ കയ്യിൽ എല്ലാതരം ജൈവവളങ്ങളും ഉണ്ട്. കമ്പോസ്റ്റ് വളങ്ങളുണ്ട്, എല്ലുപൊടി, വേപ്പ് മണ്ണാക്ക് തുടങ്ങിയ സ്ഥിരം ഉപയോഗിക്കേണ്ട വളങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. മാമ്പഴമൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ മുറിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ പുഴുക്കൾ കാണാം. അത് ഈ കായ്ച്ച വന്നതിലേക്ക് മുട്ടയിടുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കെണി ഉപയോഗിച്ചിട്ട് കായ്ച്ചകളെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം തീർന്നു. ഇതിപ്പോൾ നമുക്ക് കിച്ചൺ വേസ്റ്റ് ഒക്കെ കമ്പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കിച്ചണിൽ വരുന്ന വേസ്റ്റുകളൊക്കെ കമ്പോസ്റ്റ് ചെയ്ത് വളമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബക്കറ്റാണ്. കൃഷിക്ക് വേണ്ട എല്ലാതരം മരുന്നുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഈ കാണുന്ന തരത്തിലുള്ള ഹെവി മെറ്റൽ സ്റ്റാൻഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതൊരു 3 ലെയർ സ്റ്റാൻഡാണ്. നല്ല ഉറപ്പുള്ള നല്ല ബലമുള്ള സ്റ്റാൻഡാണ്. ഒരു സ്റ്റാൻഡിന് ഒരു 10 കിലോന്റെ മേലെ വെയിറ്റ് ഉണ്ട്. ഇത് എങ്ങനെ പോയാലും 10-60 കിലോ വെയിറ്റ് ഇതിലേക്ക് താങ്ങും. അതുപോലെ തന്നെ 4 അടി ലെങ്ത്, 1 അടി വീതിയുള്ള സിംഗിൾ സ്റ്റാൻഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ കയ്യിലുള്ള വിത്തുകളുടെ കളക്ഷൻസ് ആണ്. ഒരുപാട് ഇനം വിത്തുകളുണ്ട്. എല്ലാം ഹൈ ഈൽഡിങ് വെറൈറ്റി വിത്തുകളാണ്. ഹൈബ്രിഡ് വിത്തുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. തക്കാളി, വെണ്ട, വഴുതന, ചീര, കാന്താരി മുളക് തുടങ്ങിയ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമസ്കാരം, അരുൺ മഹേന്ദ്രനാണ്. കൃഷിക്കാർക്ക് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ തന്നെ ലഭിക്കുന്ന ഡെലിവറി സൗകര്യം കൂടിയുള്ള അഗ്രി ഷോപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഷോപ്പിനുള്ളിലേക്ക് പോയിട്ട് നേരിട്ട് തന്നെ കണ്ടറിയാം. വന്നോളൂ. ഈ കാണുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ സ്ഥാപനമാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ബ്രിജേഷ് പ്രസാദ് എന്നാണ്. ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തിന് മേലെയായി. കിസാൻ ബസാർ എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. ഓക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കർഷകന് എന്തൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് കൃഷിക്കാർക്കാണെങ്കിൽ കൃഷിക്ക് വേണ്ട മരുന്നുകളാണ് കൊടുക്കുന്നത്. കളനാശിനി, കീടനാശിനി എല്ലാം ഉണ്ട്. നമ്മൾ പിന്നെയും ഫോക്കസ് ചെയ്യുന്നത് ഗാർഡൻ കസ്റ്റമേഴ്സിനാണ്. പൊതുവേ നമുക്ക് ടൗണിലൊരു ഷോപ്പ് ആയതുകൊണ്ട് ടൗണിൻ്റെ അടുത്തുള്ള എല്ലാ ആൾക്കാർക്കും നമ്മുടെ ഷോപ്പിൽ ചെടികൾക്ക് വേണ്ട പോട്ട്, വളങ്ങൾ, വിത്തുകൾ, പിന്നെ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് തുടങ്ങിയ പോട്ടിൽ തന്നെ പ്ലാസ്റ്റിക് ഉണ്ട്, സെറാമിക് പോട്ടുകളുണ്ട്, സെറാമിക് പോട്ടുകളുണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ പോളിമർ പോട്ടും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് മെയിൻ മരുന്നുകളുണ്ട്. പിന്നെ വീട്ടിലേക്ക് ഹൗസ് ഹോൾഡ് കെമിക്കൽസ് ഉണ്ട്. ഇപ്പൊ ചെതൽനാശിനികൾ, ചെതലിന് വേണ്ടിയിട്ട്, പിന്നെ നമുക്ക് പെസ്റ്റ് അറ്റാക്കിനുള്ള മരുന്നുകൾ തുടങ്ങിയ ഒരുവിധ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വിത്തുകളുണ്ട് അല്ലേ? എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കൃഷിക്ക് ഒരു കർഷകന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. അതെ അല്ലേ? ഓക്കെ. ഷോപ്പ് തുടങ്ങിയിട്ട് എത്ര നാളായി? നമ്മൾ ഏകദേശം 5 വർഷത്തിന്റെ മേലെ, 5 വർഷം കഴിഞ്ഞു. ഓക്കെ. ഷോപ്പ് തുടങ്ങിയിട്ട് അല്ലേ? കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞങ്ങൾ കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസ് പാലക്കാട് ജില്ലയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കോളേജ് റോഡിലേക്ക് പോകുന്ന വഴിയാണ്. ഹെഡ് പോസ്റ്റ് ഓഫീസിന് അടുത്തുനിന്ന് ഒരു 200 മീറ്റർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ റേമണ്ട്സ്, തൊട്ടടുത്ത് തന്നെ റേമണ്ട്സ് കാണാൻ പറ്റും. റൈറ്റ് സൈഡായിട്ട് റേമണ്ട്സിന്റെ തൊട്ടടുത്തുള്ള കോംപ്ലക്സിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് റീസണബിൾ പ്രൈസിൽ ഇവന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് കൃഷിയെക്കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും, അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എന്തായാലും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ആക്കി പർച്ചേസ് ചെയ്ത് പോകാനുള്ള സൗകര്യം. അതെ, അത് മാത്രമല്ല ഞങ്ങൾ ഓൺലൈനിലും ഡീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ പാലക്കാട് ഉള്ളവരല്ല, പുറത്തുള്ളവരാണെന്ന് പോലും ഞങ്ങളെ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ വേണ്ട വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൺലൈൻ കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നതാണ്. കൊറിയർ സൗകര്യമുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് കൊറിയർ ചെയ്യാം. ഏത് വേണമെങ്കിൽ ഇപ്പം മരുന്നുകളാവട്ടെ, ഏത് മരുന്നായാലും ഞങ്ങൾ കൊടുക്കും. ഇപ്പോൾ ഗാർഡനിൽ തന്നെ പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് റോസിന്റെ കുരുടിപ്പ് ഇത് മിക്കവിടെ ഒരു വിഷയമാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള മരുന്നുകൾ, വളങ്ങൾ എല്ലാം നമ്മൾ റെക്കമെൻഡേഷൻ ചെയ്യാറുണ്ട്. ഏത് മരുന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അത് അയച്ചു കൊടുക്കുന്നതാണ്. അല്ലേ? ഓക്കെ. അപ്പോൾ ഡെലിവറി സൗകര്യമുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ തന്നെ ഫോണിൽ ചോദിച്ചിരുന്നു, ഡെലിവറി സൗകര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ കാണുന്ന പറഞ്ഞാൽ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തും, ഉറപ്പാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ളവർക്ക് മാത്രമല്ല, മറ്റ് ഏത് ജില്ല ആയാലും ശരിയാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അയച്ചു തരും. ഞാൻ നമ്പർ തരാം. നമ്പറിൽ വീഡിയോയിൽ നമ്പർ കൊടുക്കാം. ഈ വീഡിയോയിൽ എന്തൊക്കെ കാണിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരാനുള്ള സൗകര്യമുണ്ട്. അല്ലേ? നമുക്ക് കുറച്ച് വെറൈറ്റീസ് കണ്ടാലോ, ഇവിടുത്തെ കുറച്ച് ഐറ്റംസ് കണ്ടാലോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പോട്ടിന്റെ സെക്ഷനിലാണ്. നമ്മുടെ കയ്യിൽ വെറും 8 രൂപ മുതൽ പോട്ട് അവൈലബിൾ ആണ്. ഇത് 10 ഇഞ്ച് പോട്ടാണ്. ഇതാണ് നമ്മുടെ ഷോപ്പിൽ ഏറ്റവും മൂവ് ചെയ്യുന്ന ഒരു പോട്ട്. പച്ചക്കറി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ 14 ഇഞ്ച് പോട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഹാങ്ങിങ് പോട്ടിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉള്ള പോട്ട് നമ്മുടെ കയ്യിലുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയിൽ അടിപൊളി പോട്ട് തന്നെയാണ്. ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാങ് പോട്ടാണ്. ഫാമിലി പ്ലാസ്റ്റിക്കിന്റെ ആണ്. നമ്മുടെ കയ്യിലുള്ള വെച്ച് ഏറ്റവും വലിയ ഹാങ് പോട്ട് ഇതാണ്. താമര ആമ്പൽ കൃഷിക്ക് വേണ്ട നല്ല ക്വാളിറ്റി ടബുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് അന്വേഷിച്ച് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ കടയിലേക്ക് വരാറുണ്ട്.
എറിഞ്ഞ പൊട്ടാത്ത നല്ല ബ്ലോ പോട്ടുകൾ, നല്ല ക്വാളിറ്റി ബ്ലോ പോട്ടുകൾ ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് ഫ്രൂട്ട് പ്ലാന്റ്സ് വെക്കാൻ പറ്റിയ ഏറ്റവും ലാർജ് പോട്ടാണ്. ഇതിലും വലിയ സൈസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ പ്ലാസ്റ്റിക് പോട്ടിൽ തന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് ഫാൻസി പോട്ടുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് പോട്ടാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിലുള്ള ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഹായ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോസ് അയച്ചു തരാം. ഈ പച്ച ഗ്രോ ബാഗിൽ ഈ കാണുന്ന 9x9 സൈസ് മുതൽ 24x24 സൈസ് വരെയുള്ള ഗ്രോ ബാഗുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതുപോലുള്ള വലിയ ഗ്രോ ബാഗുകൾ നിങ്ങൾക്ക് മാവ്, പേര, ചാമ്പ തുടങ്ങിയുള്ള പഴച്ചെടികളെല്ലാം വെക്കാം. ഈ ഗ്രോ ബാഗിന്റെ ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മുതൽ 8 വർഷം വരെ ഗ്യാരണ്ടി ആയിട്ട് നിൽക്കും. നമ്മുടെ മരുന്നുകളുടെ സെക്ഷനാണ്. നമുക്ക് ചെടികൾക്ക് വേണ്ട, കൃഷിക്ക് വേണ്ട എല്ലാതരം മരുന്നുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മളിപ്പം റോസയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, റോസയുടെ മുരടിപ്പ് എന്നുള്ള സൊല്യൂഷൻ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? റോസിന്റെ മുരടിപ്പിന് ഈ സൂപ്പർ മൈറ്റ് പറഞ്ഞ മരുന്ന് ഏറ്റവും നല്ല ഫലപ്രദമായ മരുന്നാണ്. ഇത് നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കാം. സ്ഥിരം പറിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ റോസിന്റെ മൊട്ട് കരിച്ചലിനും മുരടിപ്പിനും ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ്. റോസ് എല്ലാം നല്ലവണ്ണം പൂത്ത് വരികയും പിന്നെ മുരടിപ്പ് പതിയെ കാണാണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഇതുപോലുള്ള എല്ലാ കാര്യത്തിനും കൃഷിയോട് ബന്ധപ്പെട്ട് ഇതുപോലെ വരുന്ന എല്ലാ ഡിസീസിനും നമുക്ക് മരുന്നുണ്ട് അല്ലേ? അതെ, കട ചെയ്യലിന്, വേര് ചെയ്യലിന്, ഈ പറഞ്ഞ തണ്ടളിച്ചലിന്, അങ്ങനെ ഒരു എല്ലാത്തിനും മരുന്നുണ്ട്. ഈ തെങ്ങ് കർഷകർക്ക് ആവശ്യമായ കൊമ്പഞ്ചില്ലി, ചെമ്പഞ്ചില്ലി അതിനുള്ള സൊല്യൂഷൻ ഉണ്ടോ? അതിനുള്ള ട്രാപ്പുകളുണ്ട്. പിന്നെ നമ്മൾ മരുന്നുണ്ട്, അത് കയറി അപ്ലൈ ചെയ്യുന്ന വേണം. ഓക്കെ, ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞിരുന്നു എല്ലാ വിധത്തിലുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് അല്ലേ വേണ്ട മെഡിസിൻസ് എല്ലാം ഇവിടെ ഉണ്ട് അല്ലേ? അയച്ചു തരാനുള്ള സൗകര്യമുണ്ട്. എന്താണ് നിങ്ങളുടെ കൃഷിക്കുള്ള ഇഷ്യൂ എന്ന് പറയുക, അതിനുള്ള കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് തന്നെ അതിനുള്ള സൊല്യൂഷൻ, അതിനാവശ്യമായിട്ടുള്ള മെഡിസിനും ഇവിടെ നിന്ന് അയച്ചു തരും അല്ലേ? എല്ലാ വിധത്തിലുള്ള അല്ലേ? കാണുന്നത് നമ്മുടെ ടൂൾസിന്റെ സെക്ഷനാണ്. നമുക്ക് എല്ലാവിധ ടൂൾസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നീളം കൂട്ടാൻ പറ്റിയ തോട്ടികളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിന്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ ഇത് 22 അടി വരെ നീളം കൂട്ടാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒപ്പം നമുക്ക് വല, ഹുക്ക്, ഒരു കൊക്കി ഇതിനൊപ്പം വരുന്നുണ്ട്. ഇത് പ്രൂണിങ് സോ ആണ്. ഇത് നമുക്കൊരു 3/4 ഇഞ്ച് വണ്ണമുള്ള കമ്പുകളെല്ലാം അനായാസം അറക്കാൻ പറ്റും. തെങ്ങിന്, വാഴയ്ക്ക്, പച്ചക്കറിക്ക് വേണ്ട ജൈവവളങ്ങൾ നമ്മുടെ കയ്യിൽ എല്ലാതരം ജൈവവളങ്ങളും ഉണ്ട്. കമ്പോസ്റ്റ് വളങ്ങളുണ്ട്, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക് തുടങ്ങിയ സ്ഥിരം ഉപയോഗിക്കേണ്ട വളങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. 1 കിലോ പാക്കറ്റ്, 2 കിലോ പാക്കറ്റ് മുതൽ 50 കിലോ പാക്കറ്റ് വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ സെറാമിക് പോട്ട്സിൻ്റെ കളക്ഷൻസ് ആണ്. സെറാമിക് പോട്ട് നമ്മൾ ഡെലിവറി കൊടുക്കുന്നില്ല. കാരണം ഇത് അയച്ചു കൊടുക്കുമ്പോൾ പൊട്ടുന്നത് കാരണം ആരും തന്നെ സെറാമിക് പോട്ട് ഡെലിവറി ചെയ്യാറില്ല. അതുകൊണ്ട് ഷോപ്പിൽ വരുന്നവർക്ക് നേരിട്ട് നോക്കി എടുക്കാവുന്നതാണ്. ബ്ലാക്ക് കളർ വീഡ് മാറ്റ് നമ്മുടെ കയ്യിലുണ്ട്. 2 മീറ്റർ വീതി, 3 മീറ്റർ വീതി വരുന്ന വീഡ് മാറ്റുകൾ നമ്മൾ മുറിച്ചും അയച്ചു കൊടുക്കുന്നതാണ്. റോളാണ് വെച്ച് കഴിഞ്ഞാൽ റോളായി വന്ന് എടുക്കാവുന്നതാണ്. ഇനി കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടവർക്ക് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി അയച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെ പറമ്പിലൊക്കെ പുല്ല് മുളക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വിരിച്ചു കൊടുക്കുന്നതാണ്. ഇത് പുല്ല് ചെത്തിയ ശേഷം ഇത് നമ്മൾ നിലം നിരപ്പാക്കിയ ശേഷം ഇതിന് മേലെ വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മഴവെള്ളം എല്ലാം താഴേക്ക് പോവുകയും പുല്ല് മുളക്കാതിരിക്കുകയും ചെയ്യും. എല്ലാ സൈസിലുമുള്ള സേഫ്റ്റി ബൂട്ടും ഗംബൂട്ടും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി സേഫ്റ്റി ബൂട്ടാണിത്. മണ്ണിലെ നനവ് നിർത്താൻ വേണ്ടി മിക്സ് ചെയ്യുന്ന കൊക്കോപീറ്റ് നമ്മുടെ കയ്യിലുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി കൊക്കോപീറ്റ് ആണ്. ഒരുപാട് ക്വാണ്ടിറ്റി ഇത് കുതിർത്തിയാൽ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ലഭിക്കും. പിന്നെ ഇപ്പോൾ മണ്ണ് ഇല്ല എന്നുള്ളവർക്ക് നമ്മുടെ കയ്യിൽ പോട്ടിംഗ് സോയിലായിട്ട് അവൈലബിൾ ആണ്. മണ്ണ്, വളപ്പൊടി, ഈ ചകിരിച്ചോറ് ഇതെല്ലാം മിക്സ് ചെയ്ത് പോട്ടിംഗ് സോയിൽ 20 കിലോ ബാഗായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. മണ്ണില്ല എന്ന റീസൺ വെച്ചിട്ട് ആരും കൃഷി ചെയ്യാതിരിക്കേണ്ട. ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും വീട്ടുകാർക്കും ഒക്കെ അത്യാവശ്യം മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള റെഡി ടു പോട്ടിംഗ് സോയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് മണ്ണില്ലെങ്കിൽ പോലും കൃഷി ചെയ്യാം. ഇത് ഞങ്ങളുടെ കയ്യിലുള്ള വിത്തുകളുടെ കളക്ഷൻസ് ആണ്. ഒരുപാട് ഇനം വിത്തുകളുണ്ട്. എല്ലാം ഹൈ ഈൽഡിങ് വെറൈറ്റി വിത്തുകളാണ്. ഹൈബ്രിഡ് വിത്തുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. തക്കാളി, വെണ്ട, വഴുതന, ചീര, കാന്താരി മുളക് തുടങ്ങിയ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. കൃഷിക്കാർക്ക് വളരെ അത്യാവശ്യമായ കായ്ച്ചക്കെണിയും ചെമ്പഞ്ചിരിയുടെ കെണിയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് കായ്ച്ചക്കെണിയാണ്. ഇത് നമുക്ക് പച്ചക്കറി ചെടികൾക്കും വെക്കാം, ഒപ്പം പഴങ്ങൾക്കും വെക്കാം. ഈ നമ്മൾ മാമ്പഴമൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ മുറിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ പുഴുക്കൾ കാണാം. അത് ഈ കായ്ച്ച വന്നതിലേക്ക് മുട്ടയിടുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കെണി ഉപയോഗിച്ചിട്ട് കായ്ച്ചകളെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം തീർന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് മാമ്പഴം പുഴു ഇല്ലാതെ കിട്ടും അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ ഈ കെണി ഇത് നമുക്ക് ചെമ്പൻ ചെല്ലിയുടെയും കൊമ്പൻ ചെല്ലിയുടെയും കെണിയാണ്. ഇത് നമുക്ക് തെങ്ങിലെ പ്രധാന പ്രശ്നം ഈ ചെല്ലിയുടെ കുത്ത്. അത് കൊമ്പൻ ചെല്ലിയാണ് ഏറ്റവും പ്രശ്നക്കാരൻ. തെങ്ങ് അപ്പാടെ നശിപ്പിച്ചോളാം. അതെ അതെ. അപ്പൊ ഇതിന്റെ മരുന്ന് ഉപയോഗിച്ച് നമുക്ക് ഇത് മരുന്ന് ഇതിലേക്ക് വെച്ചിട്ട് ഇത് നമുക്ക് എവിടെയെങ്കിലും കെട്ടിത്തൂക്കിയിടുകയാണെങ്കിൽ, പറമ്പിൽ കെട്ടിത്തൂക്കിയിടുകയാണെങ്കിൽ ഈ ചെല്ലിയെല്ലാം വന്ന് ഇതിലേക്ക് വന്ന് വീഴും. തെങ്ങിനെ അറ്റാക്ക് ചെയ്യില്ല. തെങ്ങിനെ അറ്റാക്ക് ചെയ്യില്ല. ഇതിൽ കിടന്ന് ചെല്ലി ചത്തുപോവുക ചെയ്യും. മനസ്സിലായി. വീട്ടമ്മമാർക്ക് വളരെയധികം പ്രയോജനപ്രദമാകാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാമോ? ഇതാണ് ബയോബിൻ. ഇതിപ്പോൾ നമുക്ക് കിച്ചൺ വേസ്റ്റ് ഒക്കെ കമ്പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കിച്ചണിൽ വരുന്ന വേസ്റ്റുകളൊക്കെ കമ്പോസ്റ്റ് ചെയ്ത് വളമാക്കാൻ ഉപയോഗിക്കുന്ന
ഒരു ബക്കറ്റാണ്. ഓക്കെ, എങ്ങനെ ഇതിന്റെ പ്രോസസ് എങ്ങനെ? ഇത് നമ്മൾ ആദ്യം ഈ അടിയത്തെ ബക്കറ്റാണ് ഉപയോഗിക്കുക. ഇതിന്റെ ഒപ്പം ഒരു ഇനോക്കുലം പറയുന്ന ഒരു വസ്തുവുണ്ട്. അത് ഇതിലേക്ക് നമ്മൾക്ക് ഈ വേസ്റ്റ് ഇടുന്നതോടൊപ്പം അതും കൂടി ചേർത്ത് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഓരോ ബക്കറ്റ് നിറയുമ്പോഴേക്കും അടുത്ത ബക്കറ്റ് അതിന്റെ മേലെ വെച്ച് അത് ഉപയോഗിക്കുക. ഓക്കെ, ഈ രീതിയിൽ. ഓക്കെ, മനസ്സിലായി. ഇതൊരു ഫുൾ സെറ്റ് ആണ്. അതെ, ഇതൊരു ഫുൾ സെറ്റ് ആണ്. നമ്മൾ അവസാന ബക്കറ്റ് നിറയുമ്പോഴേക്കും ആദ്യത്തെ ബക്കറ്റ് കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, മനസ്സിലായി. അപ്പോൾ നമ്മൾ അത് എടുത്ത് മാറ്റിയ ശേഷം ഈ 2 ബക്കറ്റും അടിയിലേക്ക് വെച്ച് അത് മേലേക്ക് വെച്ച് അതിലേക്ക് വീണ്ടും വേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ബക്കറ്റ് അവസാനം വീണ്ടും പുതിയ നിറയ്ക്കുന്ന ബക്കറ്റ് അത് നിറയുമ്പോഴേക്കും അടുത്ത് ഏറ്റവും അടിയത്തെ കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊരു സൈക്കിളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, വേസ്റ്റ് കളയാൻ വേണ്ടി നമ്മൾ വേറെ സ്ഥലങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല, വേണ്ട അല്ലേ? നമുക്ക് നല്ലൊരു വളമാക്കി മാറ്റാൻ വേണ്ടി പറ്റും. നമുക്ക് വീട്ടിൽ ആവശ്യമായ വളം ഇതിൽ തന്നെ ഉത്പാദിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, സ്പെല്ല് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും വരുന്നോ? ഇല്ല, ഇതിൽ ഇനോക്കൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വേണ്ട രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ നനവ്, ഇതിൽ പ്രധാന പ്രശ്നം വെച്ചാൽ നനവാണ്. ഈ നനവ് കുറയ്ക്കാനാണ് നമ്മൾ ഇനോക്കുലം ഇടുന്നത്. ഈ ഇനോക്കുലം പ്രോപ്പറായി ഇട്ട് കൊടുത്ത് ഈ നനവ് ഒരു വെറ്റ് ഡ്രൈ മോയ്സ്ചർ ഫോമിൽ ഇത് നിലനിർത്തുകയാണെങ്കിൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല, പ്രോപ്പറായിട്ട് ഇത് കമ്പോസ്റ്റ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് അടുക്കളയിൽ വളരെ ഉപകാരപ്രദമായ ഒരു ഐറ്റം ആണിത്, അല്ലേ? നമുക്ക് നമ്മുടെ കൃഷിക്ക് ആവശ്യമായ എന്ന് പറഞ്ഞാൽ മട്ടുപ്പാവ് കൃഷിയൊക്കെ ചെയ്യുന്ന ഒരുപാട് സ്വന്തമായിട്ട് പച്ചക്കറി കൃഷി അത് കുറച്ചെങ്കിലും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് നമ്മുടെ വേസ്റ്റ് കൊണ്ട് തന്നെ നല്ല വളം ഉണ്ടാക്കി എടുക്കാം. അതെ, പിന്നെ ഇതിൽ തന്നെ ഒരു സ്ലറി പറയും. ഇത് വേസ്റ്റ് ഡീകമ്പോസ് ആകുമ്പോൾ ഇതിൽ നിന്ന് ഒരു ലിക്വിഡ് വരും. ആ ലിക്വിഡ് ഈ ട്രേയിൽ കളക്ട് ചെയ്യാം. ഇത് നമുക്കൊരു 10 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ശേഷം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരു ഗ്രോത്ത് ബൂസ്റ്ററും കൂടിയാണ്. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അതെ അല്ലേ? ഈ കാണുന്ന തരത്തിലുള്ള ഹെവി മെറ്റൽ സ്റ്റാൻഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതൊരു 3 ലെയർ സ്റ്റാൻഡ് ആണ്. നല്ല ഉറപ്പുള്ള നല്ല ബലമുള്ള സ്റ്റാൻഡാണ്. ഒരു സ്റ്റാൻഡിന് ഒരു 10 കിലോന്റെ മേലെ വെയിറ്റ് ഉണ്ട്. ഇത് എങ്ങനെ പോയാലും 10-60 കിലോ വെയിറ്റ് ഇതിലേക്ക് താങ്ങും. അതുപോലെ തന്നെ 4 അടി ലെങ്ത് 1 അടി വീതിയുള്ള സിംഗിൾ സ്റ്റാൻഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഈ ഷോപ്പിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു കസ്റ്റമർ നമ്മുടെ ഇപ്പോൾ വീഡിയോ ചെയ്യുകയാണ്. സാർ നമസ്കാരം. നമസ്തേ. ഓക്കെ സാർ, അത് പരിചയപ്പെടുത്താം. സാറിൻ്റെ പേര്, സ്ഥലം? എൻ്റെ പേര് ഡോക്ടർ ഗോകുൽദാസ്. ഞാൻ ഓലോക്കോടാണ് താമസം. ഞാൻ ഇതിൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. അപ്പോൾ ഷോപ്പിനെ കുറിച്ച് ഷോപ്പ് വളരെ നല്ല, നമുക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള ഐറ്റം നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ, അതുപോലെ തന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫ് നല്ല രീതിയിൽ പറഞ്ഞു തരും. സ്റ്റാഫിന്റെ സപ്പോർട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നുകൊണ്ട് നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ എടുക്കാവുന്നത്. അതുപോലെ തന്നെ റേറ്റ് ആണ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റീസണബിൾ ആണ്. മാത്രമല്ല ഈ പാലക്കാട് ടൗണിൽ നമുക്ക് ഈ വഴിക്ക് പോകുമ്പോൾ എത്തിപ്പെടാൻ പറ്റിയ ഒരു നല്ല ഏക സ്ഥാപനം കൂടിയെന്ന് പറയാനുള്ളത്. വളരെ നല്ല രീതിയിൽ എല്ലാം ഒരു കുടക്കീഴില്ല. ഇപ്പം അത്യാവശ്യം ചെടികളാണെന്ന് വെച്ചാലും ഞാനിവിടെ വളങ്ങൾക്ക് അതീതമായിട്ട് കൊണ്ട് ചിലപ്പോൾ ചെടികൾ അടക്കം ഞാൻ എടുക്കാറുണ്ട്. നമുക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള കിട്ടാറുണ്ട്. ചിലപ്പോൾ നഴ്സറിയിൽ നിന്ന് കിട്ടാത്ത പലതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല അഭിപ്രായമാണ് കിസാൻ ബസാറിനെ കുറിച്ചിട്ട്. അവർക്ക് നല്ല സ്ഥാപനത്തിന് എല്ലാ ആശംസകളും എൻ്റെ വക നേരിയാണ്. ഓക്കെ സാർ, ഈ സ്ഥാപനം തുടങ്ങിയത് മുതൽ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു കസ്റ്റമർ നമ്മളിപ്പോൾ വീഡിയോ ചേരുകയാണ്. സാർ ഒന്ന് പരിചയപ്പെടുത്താം. സാറിൻ്റെ പേര്, സ്ഥലം? എൻ്റെ പേര് ശശിധരൻ. യൂണിയൻ ബാങ്കിൽ നിന്ന് റിട്ടയർഡായ ചീഫ് മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. ഇവിടെ ഒപ്പത്തിനടുത്ത് രാമനാപുരത്താണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിലെ ഗാർഡൻ എന്ന് പറയുന്നത് അതിൻ്റെ മനോഹാരിതയും അതിൻ്റെ പച്ചപ്പും ഭംഗിയും നിലനിർത്തുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് കിസാൻ. പാലക്കാട്ടിലെ അഭിമാനമാണ് ഞങ്ങൾക്ക് പാലക്കാട്ടിലെ. ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക്, പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക്, പച്ചക്കറി തോട്ടം ഉണ്ടാക്കുന്നവർക്ക് ഇത് ഇവിടെ കാശ് കൊടുത്ത സ്ഥാനമായി പോവാന്ന് മാത്രമല്ല, ഏതൊരു സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് പറയുന്നത് അവിടുത്തെ ജീവനക്കാരുടെയും മാനേജറുടെയും സപ്പോർട്ടല്ല, സർവീസ് ഈസ് അവർ മോട്ടോ എന്നുള്ള രീതിയിലാണ് അവർ ആ കാഴ്ചപ്പാടിൽ. നമുക്ക് എന്ത് വിഷയം, ഈ അടുത്ത കാലത്ത് എൻ്റെ വീട്ടിൽ ഗാർഡൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗാർഡൻ ഏതോ പെസ്റ്റിസൈഡ് കൂടുതൽ അടിച്ചിട്ട് പുല്ല് മുഴുവൻ കരിഞ്ഞു പോയി. ഇവിടെ വന്ന് ഞാൻ ചില നിർദ്ദേശങ്ങളൊക്കെ ചോദിച്ചു. അത് വരും ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ്, കാരണം അത് റീപ്ലാന്റ് ചെയ്യണം വേണ്ടി നിൽക്കുകയായിരുന്നു ഞാൻ. പക്ഷേ അങ്ങനെ ഒരു ചെലവിലേക്കൊന്നും പോകണ്ട, അത് ശരിയാക്കാൻ നമുക്ക് അവരുടെ വേണ്ട ഗൈഡൻസ് ഇവിടെ തന്നു. കാരണം ഇവിടെ ഒരു സാധനം വാങ്ങി പോകാന്നുള്ളതിലുപരി എങ്ങനെ അതെല്ലാം നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ഒരു ഗൈഡൻസ് കൂടെ തന്നെയാണ്. ഇവിടെ ഈ സ്ഥാപനത്തിനാണ് ഞാൻ തൊട്ടികൾ, ഇൻറ്റീരിയർ ഡെക്കറേഷനുള്ള തൊട്ടികൾ, മറ്റു തൊട്ടികൾ എല്ലാം ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. കിസാൻ തുടങ്ങിയ പിന്നെ വേറെ ഒരു സ്ഥലത്തും പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല, ഒന്നും വാങ്ങിയിട്ടില്ല. മോറോവർ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്ഥലം, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇതൊരു പാലക്കാടിൻ്റെ അഭിമാനകരമായൊരു സ്ഥാപനം തന്നെയാണ് കാണുന്നത്, അല്ലേ?
ഇതൊക്കെയാണ് ഈ ഷോപ്പിലെ വിശേഷങ്ങൾ. അപ്പോൾ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കർഷകന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഐറ്റംസും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഷോപ്പ് ശ്രമിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിളിക്കുക. നമുക്ക് എങ്ങോട്ടായാലും അയച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ അയച്ചു. കേരളം മുതൽ ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏത് കൃഷി ചെയ്യുന്നതായാലും അതിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രോഗം വന്നു, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനുള്ള സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യം പറഞ്ഞു കൊടുക്കില്ലേ? ഈ വീഡിയോ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻക്വയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളത് ഞങ്ങളത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. എല്ലാ സൊല്യൂഷനും നിങ്ങൾ മാക്സിമം മെസ്സേജ് അയക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒത്തിരി കോൾ വരുന്ന ഷോപ്പാണ്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ആവശ്യമുണ്ടോ, സംശയങ്ങളുണ്ടോ, എന്ത് കാര്യങ്ങളാണ് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുക. അതെ, സോൾവ് ചെയ്ത് അല്ലേ, അവർക്ക് റെക്കമെൻഡേഷൻ ചെയ്ത് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഷോപ്പിലെ കാര്യങ്ങൾ. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയിലുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. പിന്നെ ലൊക്കേഷൻ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും വിളിച്ച് ചോദിച്ചിട്ട് കൃത്യമായിട്ട് ഷോപ്പിൽ നേരിട്ട് വരാൻ പറ്റുന്നവർ നേരിട്ട് വരിക. ഇനി ഡെലിവറി ആവശ്യമുള്ളവർ എന്തെങ്കിലും ഐറ്റംസ് ഡെലിവറി ആവശ്യമുള്ളവർ കൃത്യമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ.